മഞ്ചേരി പോകാനുള്ള ഒരു ആവശ്യമുള്ളത് കൊണ്ട് അങ്ങനെ ഇറങ്ങിയതാണ്. പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് 2 കുട്ടിപ്പാട്ടാളംസ് കച്ചറ ഉണ്ടാക്കിയത്. ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ്. അങ്ങനെ അവരെയും കൂട്ടി ഇറങ്ങിയതാണ്. പോകുന്ന വഴിക്ക് മുക്കൊക്കെ എത്തിയ സമയത്ത് ആ പാലത്തിലൂടെ ജസ്റ്റ് ഒരു യാത്ര ചെയ്ത് നോക്കിയതാണ്. എങ്ങനെയുണ്ട് അവിടെ വെള്ളത്തിൻ്റെ അവസ്ഥകളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി. കാരണം ആ ഒരു ഏരിയയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കൂടുതലായി കഴിഞ്ഞാൽ വെള്ളം കയറുന്ന ഒരു ഏരിയ ആണ്. അങ്ങനെ ജസ്റ്റ് ആ പാലത്തിലൂടെ ഒക്കെ ഒന്ന് കയറി വെള്ളമൊക്കെ ഒന്ന് നോക്കി അങ്ങനെ അതിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ സ്പീഡൊന്നുമില്ല. ഒരു നോർമൽ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മഴ അത്രയ്ക്ക് ശക്തമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അരീക്കോട് എത്താൻ നേരത്ത് അവിടെ പാലത്തിലൂടെ ജസ്റ്റ് യാത്ര ചെയ്യുമ്പോൾ അവിടെയും പുഴയിൽ നോക്കി നല്ല വെള്ളമുണ്ട്. അരീക്കോട് എത്തിയപ്പോഴാണ് വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കച്ചറ ഉണ്ടാക്കിയത് കൊണ്ട് നേരെ അവിടെ ഒരു ഹോട്ടലിൽ കയറി ഫുഡിന് ഓർഡർ കൊടുത്തു. മന്തി കഴിക്കാനുള്ള തീരുമാനത്തിൽ മന്തിക്ക് ഓർഡർ കൊടുത്ത് രണ്ടാളും വെയിറ്റിംഗ് ആണ്. ഏകദേശം ഫുഡൊക്കെ വന്ന് എല്ലാവരും അത്യാവശ്യമൊക്കെ കഴിച്ചു. കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡായിരുന്നു. വേണ്ട പോലെയൊക്കെ അത്യാവശ്യം മോളും മോനൊക്കെ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാന്ന് പറയുകയും ചെയ്തു. നല്ല രസമുണ്ട്, കുഴപ്പമില്ല, അടിപൊളിയാന്നൊക്കെ പറഞ്ഞ് നല്ലോണം കഴിച്ചിട്ടുണ്ട് രണ്ടാളും. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൂടുതൽ കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്ന് നേരെ പോവുകയാണ്. പോകുന്ന വഴിക്ക് അങ്ങനെ നോക്കുമ്പം കുറച്ചൊരു മഴ കുറവുണ്ട്. പക്ഷേ റോഡിലൊക്കെ നല്ലോണം വെള്ളമുണ്ട്. എന്നാലും വലിയ സ്പീഡില്ലാത്ത രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു പാലത്തിൽ നോക്കുമ്പോൾ അവിടെയും പുഴയിലേക്ക് നോക്കുന്ന സമയത്ത് വെള്ളം നന്നായിട്ട് കലങ്ങിയിട്ടുള്ള വെള്ളമാണ് വരുന്നത്. കാരണം അത് മഴ മറ്റുള്ള ഏരിയയിലൊക്കെ നല്ലോണം പെയ്തത് കൊണ്ട് വെള്ളം ഒരുപാട് കൂടുകയും ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അതുപോലെ തന്നെ നല്ലോണം കലങ്ങുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടുന്ന് വരുന്ന വെള്ളങ്ങളായിരിക്കുമല്ലോ, അപ്പം നന്നായിട്ട് പുഴ നിറഞ്ഞിട്ട് ആ രീതിയിലേക്ക് തന്നെ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തി. അവിടെ എത്തി നോക്കുന്ന സമയത്ത് അവിടെ ഇതുപോലെ തന്നെ പുഴയാണ് കാര്യമായിട്ട് കാണാൻ കഴിയുന്നത്. രണ്ടാളും കുറേ നേരം പുറത്തേക്കൊക്കെ തലയിട്ട് ആസ്വദിച്ച് നോക്കി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചെറിയ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത മഴ അപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുഴയിലാണെങ്കിൽ നല്ലോണം വെള്ളമുണ്ട്. കുറച്ച് ചെറിയൊരു ചോർച്ച വന്ന സമയത്ത് രണ്ടാളും പുറത്തേക്ക് ഇറങ്ങിയതാണ്. വണ്ടിയിൽ നിന്ന് ചെറിയൊരു സാധനം എടുത്ത് ഞാൻ അവിടെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ മോന് പോയിട്ട് ഡോറൊക്കെ തുറന്ന് ഞാൻ ആ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് വരികയാണ്. നോക്കുമ്പോഴാണ് മോളെ കാണുന്നത്. ഈ ലൂസിന് കണ്ട സമയത്ത് വേഗം അവനെന്ത് ചെയ്ത് ചെറിയൊരു വെള്ളമൊക്കെ അവൻ്റെ അടുത്തുണ്ട്. വേഗം അവളെടുത്ത് കൊടുത്തിട്ട് അത് കൊടുക്കുമെന്ന് പറഞ്ഞ് നേരെ അവൾ കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ അവൾ ആ സാധനങ്ങളൊക്കെ ചെറിയൊരു കവറാണ്, അത് കൊടുക്കാൻ പോയി. തിരിച്ച് വന്ന സമയത്താണ് ജസ്റ്റ് അതിലെ വ്യൂസൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ല കുഴപ്പമില്ലാത്തൊരു ഏരിയ ആണ് ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടത്. വലിയ മോശമല്ല, നല്ല ഒരു സ്റ്റൈലിൻ്റെ ഏരിയ ആണ് അവിടെയൊക്കെ. അപ്പോഴാണ് ആരോ മക്കൾസിനോട് പറഞ്ഞത് അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് എന്നുള്ളത്. അത് കേട്ടപ്പോഴേക്ക് തന്നെ രണ്ടാളും പിന്നെ നേരെ അങ്ങോട്ടുള്ള ഓട്ടാണ്. അത് കേട്ടപ്പോഴേക്കന്നെ ഇറങ്ങിയിട്ടാ രണ്ടാൾ ഓടുകയാണ് അങ്ങോട്ട്. അത് എവിടെയാണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവർക്ക് ഓലൊരു ത്രില്ലാണല്ലോ സ്വിമ്മിംഗ് പൂൾ കാണുക അല്ലെങ്കിൽ ചാടുക വെള്ളത്തിൽ കളിക്കുക എന്നുള്ളത്. അങ്ങനെ അത് കണ്ടപ്പോഴേക്ക് നേരെ അതിൻ്റെ അടുത്തേക്ക് രണ്ടാളും കൂടി ഓടിയിട്ട് പോകുന്നതാണ്. അങ്ങനെ അവിടേക്ക് എത്തിയ സമയത്താണ് നോക്കുമ്പോൾ വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക്. കാരണം ആ ഒരു അത്രയും ക്ലിയർ വെള്ളമുണ്ട് അവിടെ. അവർക്ക് കുളിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ചാടി കളിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ആ കളർ കണ്ടില്ലേ, വെള്ളത്തിൻ്റെ കളർ അത്രയും ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട് അവിടെ. കുറേയൊക്കെ അത് നോക്കുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് കണ്ടില്ലേ പുഴയാണ് അതിൻ്റെ തൊട്ട് താഴെ കൂടെ പോകുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അടുത്തൂടെ തന്നെയാണ് പുഴയും പോകുന്നത്. ഇപ്പോൾ ഇവിടെ നല്ല ക്ലിയർ വെള്ളവും അവിടെ നല്ല മഴ പെയ്തുകൊണ്ട് കലങ്ങിയ വെള്ളവുമാണ് അങ്ങനെ സൈഡിലൂടെ പോകുന്നത്. അത്രയ്ക്ക് ക്ലിയർ ആട്ടോ വെള്ളം. കണ്ടില്ലേ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്താ ക്ലിയർ എന്നറിയോ. വെള്ളത്തിൽ കുറേ മോള് കൈ കെട്ടിങ്ങാൻ കളിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയെങ്കിലും അവൾക്ക് ഇറങ്ങണം വെള്ളത്തിലേക്ക്. അതിൻ്റെ ഒരു കച്ചറ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് പുഴ കാണിച്ചു തരാണ്. പുഴ അത്രയും നീളത്തിൽ അത്രയും വീതിയിലുണ്ട്. നല്ലോണം വെള്ളം കൂടിയിട്ടുണ്ടെന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഏതായാലും മോള് എന്നെയും കൂട്ടിയിട്ട് പോവുകയാണ് അങ്ങോട്ട്. എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അതിൽ ചാടി കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഡ്രസ്സും കാര്യങ്ങളൊന്നും കയ്യിലില്ലാത്തത് കൊണ്ട് ആ രീതിയിലൊന്നും പ്ലാൻ ആക്കിയില്ല. അപ്പോൾ എന്തായാലും എന്നെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും വഴി ഉണ്ടോയെന്ന് അറിയാൻ, എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഏതായാലും അവിടെ എത്തിയതിന് ശേഷം കുറേ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഇറങ്ങുക, വെള്ളത്തിൽ ഇറങ്ങുക, ഡ്രസ്സ് അയച്ചിട്ട് ഇറങ്ങുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അയച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പോകുമ്പോൾ യാത്രയ്ക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇറങ്ങാനുള്ള പ്ലാൻ മാക്സിമം ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത്, പുഴേൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്, കുറച്ച് വെള്ളത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചതാണ്. ഏതായാലും പേടിയൊന്നുമില്ല ആൾക്ക്. എന്നാലും കുറച്ച് ആലോചിച്ച് നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ. പിന്നെ ഏതായാലും ചെറിയൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് ഇനി കാല് വെള്ളത്തിലിട്ട് ഇരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും കുറച്ച് നേരം ഒരു ആശ്വാസമായിട്ട് ആരും ഇരുന്നുണ്ട്. പക്ഷെ അതൊന്നും തൃപ്തിയായില്ല. എന്നാലും കുറച്ച് നേരം അവിടെ ഇരുന്നുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ആ പുറത്തേക്ക് നോക്കിയാൽ നല്ല ഭംഗി ആസ്വദിക്കുകയാണ്. രണ്ട് ഭാഗവും നോക്കി കഴിഞ്ഞാൽ പുഴ അങ്ങോട്ട് അത്രയും നീളത്തിൽ പുഴ കാണുന്നുണ്ട്. തൊട്ട് ബേക്കിലാണെങ്കിൽ സ്വിമ്മിംഗ് പൂളും. പിന്നെ ആണെങ്കിൽ ആ ഒരു മഴ പെയ്ത് ചെറിയൊരു ഗ്യാപ്പായിരുന്നു. പക്ഷേ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. നല്ല മഴയാണ്, വീണ്ടും നല്ല കാറ്റും വരുന്നുണ്ട്. നല്ല രീതിക്ക് മഴ വരുന്നതുകൊണ്ട് ജസ്റ്റ് ഇങ്ങോട്ട് മാറി നിന്നതാണ്. അത്രയ്ക്ക് കാറ്റടിക്കുന്നുണ്ട്.
അപ്പോൾ മഴ നല്ലോണം വരുന്നത് കൊണ്ടായിരിക്കാം വെള്ളമൊക്കെ പുഴയിൽ നന്നായിട്ട് കൂടിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ജസ്റ്റ് ഇതിൻ്റെ പുറത്തേക്ക് നോക്കുന്ന സമയത്തും അങ്ങനെ തന്നെ നല്ലോണം വെള്ളം വീഴുന്നുണ്ട്. അത്രയ്ക്ക് മഴ, കാറ്റുണ്ട്, ചെറിയ കാറ്റ് സൈഡിലൂടെ വരുന്നതുകൊണ്ട് ഈ റൂമിൻ്റെ സൈഡിലേക്കൊക്കെ പുറത്തേക്കൊക്കെ നല്ലോണം വെള്ളം വരുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ഏതായാലും കുറച്ച് സമയം കൊണ്ട് ഞങ്ങൾ യാത്ര തിരിച്ച് വരുന്ന വഴിക്കാണ് ഈ ഒരു കളി കാണുന്നത്. അങ്ങനെ അവിടെ വണ്ടി സൈഡാക്കി അവിടെ നിർത്തി കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കളി കണ്ട് അവർ കളിക്കുന്ന ആ രംഗങ്ങളൊക്കെ ഒരുപാട് ആസ്വദിച്ച് അവിടെ നിന്ന് കണ്ടതാണ്. കാരണം നല്ല രസമാണ് ഈ ഒരു സമയത്ത്, മഴക്കാലത്ത് എന്താ പറയുക, ഒരു ആവേശത്തിൽ എല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഏതായാലും ആ കളിയൊക്കെ കണ്ട് കുറേ നേരം അവിടെ നിന്ന് കുറേ കണ്ടതിന് ശേഷം എന്ത് ചെയ്ത് കുറച്ച് അവിടെ നിന്നൊക്കെ നോക്കി. അതിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, മുതിർന്ന ആൾക്കാർ മാത്രമല്ല, ചെറിയ കുട്ടികളൊക്കെ കളിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിലുണ്ട് കുറേ ആളുകൾ ആ വെള്ളത്തിൽ നീന്തി കളിക്കുന്നുണ്ട്. പിന്നെ ഒരു രസമാണ് അതൊക്കെ, കണ്ടില്ലേ, എല്ലാവരും ഒരു ഭയങ്കര ഹാപ്പി ആയിട്ട് കളിക്കുന്നുണ്ട്. ഒരുപാട് ആളുകളും ഉണ്ട്, ആ ഒരു ഏരിയയിലുള്ള എല്ലാ കളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ആളുകളും അതിൽ പങ്കെടുത്തിട്ടുണ്ട്, ആ രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറേ നേരം അവിടെ നോക്കി നിന്ന്, പിന്നെ കുറച്ച് സമയക്കുറവുള്ളത് കൊണ്ട് മെല്ലെ തിരിച്ച് പോരാനുള്ള പരിപാടികൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും കുറച്ച് നേരം കൂടി നോക്കി കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ തിരിച്ച് പോകുന്നു, വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ചെറിയ മഴ കുറവുണ്ട്. പക്ഷേ റോഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിൽ പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് ഞാൻ വരുന്ന വഴിക്ക് പല സ്ഥലത്തും ആക്സിഡൻറ്റുകൾ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ യാത്രയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ആക്സിഡൻറ്റുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ശ്രദ്ധിച്ച് പോവുക കേട്ടോ എല്ലാവരും.